നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ NG ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പുതിയതായി നട്ട കുക്കുംബറാണിത്. അപ്പോൾ അതിന് ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നും അത് മാത്രമല്ല നമുക്കിതിനൊരു പന്തൽ വേണമല്ലോ. അപ്പോൾ പന്തലിടാൻ നമുക്കിവിടെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെർട്ടിക്കലായിട്ടൊരു പന്തൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇതുപോലെ ഒരു കയർ വലിച്ച് നമുക്ക് സൗകര്യമുള്ള ഭാഗത്തോട്ട് കെട്ടിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ തൂണ് കെട്ടി നിർത്തുക. അതല്ലെങ്കിൽ കുഴിച്ചിടാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. എന്നിട്ട് ആ കയറിൽ നിന്നും താഴേക്ക് ഇതിൻ്റെ ഓരോ ചെവിടും കണക്കാക്കി നമ്മൾ കയറ് കെട്ടി കൊടുക്കണം. കയറ് കെട്ടി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് ആ കയറ് ഇതിൻ്റെ തലപ്പിലേക്ക് പിടിച്ച് ആ വള്ളിയിലേക്ക് കെട്ടി കൊടുക്കണം. അപ്പോഴിത് വെർട്ടിക്കൽ പന്തലായിട്ട് നിന്നുകൊള്ളും. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലർ പറയും, അയ്യോ ഞങ്ങൾക്ക് സ്ഥലമില്ല, പന്തലിടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 കമ്പും കുറച്ച് കയറും ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ പന്തലിട്ട് കൊടുക്കാൻ പറ്റും. അത് കുക്കുംബറിനായാലും പയറിനായാലും എല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് വിജയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആരും മടി പിടിച്ചിരിക്കരുത്. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം. എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും എല്ലാം ഞാൻ കാണുന്നതായിരിക്കും. അതൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ ഇടണം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ വീടിൻ്റെ ഷെയ്ഡിൽ ഉള്ള കുളുത്തിലാണ് ഈ കയറിൻ്റെ ഒരറ്റം കെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെയാണ് ഒരു കയറിൻ്റെ അറ്റം കെട്ടിയിരിക്കുന്നത്. മറു അറ്റം ഞങ്ങളുടെ മതിലിൻ്റെ വേലിക്കല്ലയിലാണ് ഞാൻ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വലിയ വെയിറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അത് അതിലേക്ക് പടർന്നു കയറി നല്ല കായ്ഫലം തന്നുകൊള്ളും. അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് വളമായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇങ്ങനെ 1 സ്പൂൺ വീതം മണ്ണിളക്കി അതിലേക്കിട്ട് മണ്ണിളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികളിൽ ധാരാളം പൂമുട്ടുകൾ വരികയും നല്ല രീതിയിൽ കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പാഴാക്കി കളയുന്ന ഒരു മുട്ടത്തോടിൽ നിന്നാണ് നമുക്ക് ഈ വളം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാശ് ചിലവാക്കി വളമൊന്നും അധികമായിട്ട് വാങ്ങേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ഈ മുട്ടത്തോടിൻ്റെ വളം കൊടുക്കുന്നത് കുക്കുംബർ ചെടിക്കാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ ചെടികൾക്കും, പയറിനും പാവലിനും കുക്കുംബറിനും പച്ചമുളകിനും എല്ലാത്തിനും നമുക്കിതുപോലെ തന്നെ കൊടുക്കാം. അപ്പം നമ്മൾ പൈസ കൊടുത്ത് കാൽസ്യം ഒന്നും വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് ഇത് സഹായിക്കും. നമുക്കിതുപോലെ കാൽസ്യം കൊടുക്കാം. ഇതിപ്പോൾ നട്ടിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. നല്ല ആരോഗ്യത്തോടെ വളരും ഇപ്പോൾ ചെടി. കളകളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറിച്ച് മാറ്റി കളയണം. അടുക്കളയിൽ വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ഈ വളം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് അടുക്കള തോട്ടങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ പ്രയോജനപ്പെടുന്നതാണ്.
അപ്പോൾ ഇത് നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്നും നല്ലതുപോലെ കലക്കി 1 കപ്പ് എടുത്ത് ഈ ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ 10 ലിറ്റർ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ കൃഷി ചെയ്യുകയും അതിന് വളം കൊടുക്കുകയും നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവരും നിങ്ങൾ വിചാരിച്ചാലേ ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്ര സുഗമമാവുകയുള്ളൂ. കണ്ടല്ലോ നമ്മുടെ കുക്കുംബർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നും അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും കുക്കുംബർ നല്ല രീതിയിൽ പൂവിട്ട് വരുന്നത് ഞാൻ കാണിച്ചല്ലോ നിങ്ങൾ. ഇതിന് മുന്നേ നട്ടതാണ് ആ കുക്കുംബർ. ഇതെല്ലാം നല്ല രീതിയിൽ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.